എസ്തേറിന്റെ പുസ്തകമാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എസ്തേറിന്റെ പുസ്തകത്തില് മൊർദെഖായിക്ക് വേണ്ടി ഉണ്ടാക്കിയ 50 മുഴം ഉയരമുള്ള കഴുമരം ഹാമാൻ അഹശ്വേരോശ് രാജാവിന്റെ താല്പര്യത്തോടുകൂടെ, അല്ലെങ്കിൽ ഹാമാന്റെ താല്പര്യത്തോടുകൂടെ അഹശ്വേരോശ് രാജാവ് ഉണ്ടാക്കിയ 50 മുഴം 75 അടി ഉയരമുള്ള മൊർദെഖായിക്ക് വേണ്ടിയുള്ള കഴുമരം. അതില് ഹാമാനെ തൂക്കിലേറ്റുന്ന ഒരു കാര്യമാണ് നമ്മൾ കണ്ടത്. ദൈവത്തിന്റെ വചനം നാം പരിശോധിക്കാൻ പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തോടുകൂടെ ആ യേശു ക്രിസ്തുവിന്റെ പ്രസ്ഥാനം അവസാനിച്ചു എന്ന് യഹൂദന്മാർ കരുതി, ലോകം കരുതി. എന്ന് മാത്രമല്ല, യേശുവിന്റെ ശിഷ്യന്മാരിൽ പലരും പോലും, യേശുവിന്റെ ശിഷ്യന്മാർ പോലും ഇതിനോടുകൂടി സകലതും അവസാനിച്ചു എന്ന് വിചാരിച്ചു. അത് തെളിവായിട്ട് നമുക്ക് ലൂക്കോസ് സുവിശേഷം അവസാന ഭാഗം വായിക്കുമ്പോൾ യെരുശലേമിൽ നിന്ന് എമ്മോസിലേക്ക് പോകുന്ന 2 യേശുവിന്റെ ശിഷ്യന്മാർ അവർ പറഞ്ഞു, അവരുടെ കോൺവെർസേഷനിൽ, അവരുടെ സംസാര മധ്യത്തിൽ യേശു അവരോട് കൂടെ നടന്നു. യേശു ആണെന്ന് അവർക്ക് അറിയാതിരിക്കത്തക്കവണ്ണം അവരുടെ കണ്ണുകളെ കർത്താവ് നിരോധിച്ചിരുന്നു. അപ്പൊ അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്. അപ്പൊ അവർ പറയുന്നത്, അവന് യഹൂദന്മാർക്ക് അല്ലെങ്കിൽ ഞങ്ങൾക്ക് അവൻ രക്ഷ വരുത്തുവാൻ ഞങ്ങൾ വിചാരിച്ചിരുന്നു. അപ്പൊ അവരുടെ വലിയ പ്രതീക്ഷയായിരുന്നു യേശു ക്രിസ്തു അവർക്ക് രക്ഷ വരുത്തും എന്നുള്ളത്. പക്ഷെ എല്ലാം 3 ദിവസം മുൻപ് അവസാനിച്ചു പോയി എന്നുള്ള ഒരു സംഭാഷണമാണ് അവരുടെ വായിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കപ്പെട്ട യേശു കർത്താവിന് കണ്ണ് നിരോധിക്കപ്പെട്ട അവരിൽ നിന്ന് കേൾക്കാൻ കഴിഞ്ഞത്. എല്ലാം അവസാനിച്ചു. ഞാൻ പറഞ്ഞൊരു താല്പര്യം, യേശുവിന്റെ ക്രൂശിൽ എല്ലാം അവസാനിച്ചു എന്ന് ലോകം വിചാരിച്ചു, യഹൂദന്മാർ വിചാരിച്ചു. എന്നാൽ ഏത് ക്രൂശാണോ യേശു അവസാനിച്ചു എന്ന് ലോകം കരുതിയത്, അതേ ക്രൂശിൽ ദൈവത്തിന്റെ വചനം നാം പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത്, പിശാചിനെയും അവരുടെ സകല ദൂതന്മാരെയും സർവ ആയുധവർഗവും വെപ്പിച്ച് ആ ക്രൂശിൽ യേശു ക്രിസ്തു അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടിയ കാഴ്ചയാണ് നാം കാണുന്നത്. ഇപ്പോ ഹാമാൻ ഉണ്ടാക്കിയ ക്രൂശ്, അത് ഹാമാന്റെ തന്നെ മതപതനത്തിന് കാരണമായി, ഹാമാന്റെ തന്നെ ഇല്ലായ്മയ്ക്ക് കാരണമായി. ലോകം യേശുവിന് ക്രൂശ് കൊടുത്തു. എന്നാൽ ഏത് ക്രൂശാണോ യേശു ചുമന്നത്, ഏത് ക്രൂശിലാണോ യേശു അവസാനിച്ചു എന്ന് ലോകം കരുതരുത്, അതേ ക്രൂശിൽ പിശാചിനെ എന്നേക്കുമായി തോൽപ്പിച്ചുകൊണ്ട് യേശു ക്രിസ്തു മരണത്തെ അതിജീവിച്ചു ഉയർത്തെഴുന്നേറ്റു എന്നതുപോലെ തന്നെ ഇവിടെ മൊർദെഖായിക്ക് വേണ്ടി ഒരുക്കിയ കഴുമരത്തിൽ, ഏത് കഴുമരമാണോ മൊർദെഖായിക്ക് വേണ്ടി ഹാമാൻ ഒരുക്കിയത്, അതേ കഴുമരത്തിൽ അഹശ്വേരോശിന്റെ നിർദ്ദേശപ്രകാരം ഈ ഹാമാന് തൂക്കിലേറ്റുന്നത് നാം കാണുന്നു. ഹാമാനെ മാത്രമല്ല, ഹാമാന്റെ 10 പുത്രന്മാരെയും പിന്നീട് മുന്നോട്ട് നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നതാണ്. ഹാമാനെ മാത്രമല്ല, പിശാചിന് സർവ്വദൂതന്മാരെയും, സർവ്വ അകമ്പടിയെയും, പിശാചിനെയും അവന്റെ സകലദൂതന്മാരെയും സർവ്വ ആയുധവർക്കും ക്രൂശിന്മേൽ വെച്ച് അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി കാഴ്ചയാണ് യേശുവിന്റെ ക്രൂശിൽ നമുക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാൻ കഴിയുന്നത്. അപ്പൊ ഹാമാനെ മാത്രമല്ല, ഹാമാന്റെ 10 പുത്രന്മാരെയും ഈ അഹശ്വേരോശിന്റെ നിർദ്ദേശപ്രകാരം തൂക്കിലേറ്റാൻ ഇടയായി. അപ്പൊ അങ്ങനെ അഹശ്വേരോശിന്റെ കാലത്ത് സംഭവിച്ചു. ഈ മൊർദെഖായിക്ക് ഈ സംഭവിച്ച കാര്യം, അല്ലെങ്കിൽ ഈ സംഭവത്തിന്റെ ഒക്കെ കാരണം എസ്തേർ എന്ന് പറയുന്ന, ഹദസ എന്ന പേരുണ്ടായിരുന്ന എസ്തേർ ഇപ്പൊ അവിടെ രാജ്ഞിയായിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കി. ഇങ്ങനെയുള്ള കാലത്തിലേക്ക് വേണ്ടിയാണ് നാം, അല്ല, ഈ എസ്തേർ രാജസ്ഥാനത്ത് വന്നിരിക്കുന്ന ആർക്കറിയാം. അപ്പോ അങ്ങനെയുള്ള ഒരു കാലത്തിലേക്ക് ദൈവം നമ്മളെയും വിളിച്ച് വേർതിരിച്ചു. നമ്മളെ വേർതിരിച്ചതിന്റെ ഉദ്ദേശം ഈ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് നാം പ്രഘോഷിക്കുന്നവരായിരിക്കണം, ആ ക്രൂശിൽ പ്രശംസിക്കുന്നവരായിരിക്കണം,
അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞല്ലോ, എനിക്ക് കർത്താവ് യേശുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിക്കാൻ ഇടവരുന്നത്. ആ ക്രൂശ് നമ്മുടെ പ്രശംസാ വിഷയമായി തീരട്ടെ, പ്രശംസാ വിഷയമായിരിക്കട്ടെ. ഈ എസ്തേറിന്റെ അഹശ്വേരോശിന്റെ അല്ല ഹാമാന്റെ ഭാര്യ ആയിരിക്കുന്ന ഹാമാന്റെ ഭാര്യ ഹാമാനോട് പറയുന്ന ഒരു പ്രസ്താവനയുണ്ട്. വളരെ നമ്മൾ അടിവരയിട്ട് സൂക്ഷിക്കേണ്ട ഒരു പ്രസ്താവനയാണ്. 6-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാവം നമ്മൾ കാണുന്നത്. അവിടെ അവൾ പറയുന്നൊരു കാര്യമുണ്ട്. അവൻ അതിന്റെ 6-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗം, അവൻ യഹൂദ വംശജനാണെങ്കിൽ എന്നാണ് നമ്മുടെ ഈ പുസ്തകത്തിൽ മലയാള തർജ്ജമയിൽ എഴുതിയത്. അവൻ യഹൂദ വംശജൻ ആണെങ്കിൽ എന്നാണ് അവിടെ നമ്മൾ ഇവിടെ കാണുന്ന 6-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗമാണ്. അവൻ ഈ യഹൂദ വംശജനാണെങ്കിൽ. എന്നാൽ ഇംഗ്ലീഷ് പരിഭാഷ നമ്മൾ നോക്കുമ്പോൾ അത് ജൂയിഷ് ഒറിജിൻ എന്നുള്ള പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആ ജൂയിഷ് ഒറിജിൻ എന്ന് പറയുന്നത് അവൻ യഥാർത്ഥ യഹൂദനാണെങ്കിൽ, അവൻ യഥാർത്ഥത്തിൽ യഹൂദനാണെങ്കിൽ നിനക്ക് അവനെ ജയിക്കാൻ കഴിയത്തില്ല. അത് ഹാമാന്റെ ഭാര്യ തന്നെ ഹാമാനോട് പറയുന്ന ഒരു കാര്യമാണ്. അവൻ ഈ മൊർദെഖായി എന്ന് പറയുന്ന മനുഷ്യൻ അവൻ ജൂയിഷ് ഒറിജിൻ ആണെങ്കിൽ, യഥാർത്ഥ യഹൂദനാണെങ്കിൽ നിനക്ക് അവനെ ജയിക്കാൻ കഴിയത്തില്ല. അപ്പൊ യഥാർത്ഥമല്ലാത്ത യഹൂദൻ ഉണ്ടെന്നാണ് നമ്മൾ നമ്മൾ ഈ ഭാഗത്ത് തന്നെ കാണുന്നുണ്ട്. അതിന്റെ 9-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് 8-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗം നമ്മൾ കാണുന്നത്. 8-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗം നാം കാണുന്നത്, ഈ യഹൂദന്മാരെ പേടിച്ച് പലരും യഹൂദന്മാരായി. അപ്പൊ ഈ യഹൂദന്മാർക്ക് ഒരു നിയമം, യഹൂദന്മാർക്ക് അനുകൂലമായിട്ട് അഹശ്വേരോശ് രാജാവ് ഒരു നിയമം ഉണ്ടാക്കി. ആദ്യമേ അഹശ്വേരോശ് രാജാവ് ഒരു നിയമം ഉണ്ടാക്കിയായിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം അല്പമായിട്ട് ചിന്തിച്ചു. ആ നിയമം എന്ന് പറയുന്നത് യഹൂദന്മാരെ മുഴുവനും കൊന്നു മുടിക്കാൻ വേണ്ടി ഉള്ള നിയമമായിരുന്നു. ആർക്ക് വേണമെങ്കിലും അഥവാ ഈ അഹശ്വേരോശിന്റെ രാജ്യത്തുള്ള ഏത് മനുഷ്യർക്ക് വേണമെങ്കിലും ഏത് യഹൂദനെയും കുട്ടികളെയും സ്ത്രീകളെയും എല്ലാം കൊന്നു മുടിക്കാനുള്ള ഒരു അനുവാദ പത്രം, ഒരു നിയമം അഹശ്വേരോശ് എഴുതി 127 സംസ്ഥാനങ്ങളിലും ഹിന്ദുദേശം മുതൽ കൂശിദേശം വരെയുള്ള 127 രാജ്യങ്ങളിലും അത് പ്രസിദ്ധപ്പെടുത്തി. അപ്പൊ ആ പ്രസിദ്ധപ്പെടുത്തിയ രേഖ ഇല്ലായ്മ ചെയ്യാൻ അഹശ്വേരോശിന് കഴിയത്തില്ല. ആ രേഖ ഇതാണ്: യഹൂദന്മാരെ ആർക്ക് വേണമെങ്കിലും കയ്യേറ്റം ചെയ്ത് ഇല്ലായ്മ, അവരെ കൊല്ലാം, അവരുടെ വസ്തുവകൾ അപഹരിക്കാം. ഇതെല്ലാം അവർക്ക് എതിരായിട്ടുള്ള ഒരു നിയമമാണ് അഹശ്വേരോശ് എഴുതിയുണ്ടാക്കിയത്. എന്നാൽ എസ്തേർ അഹശ്വേരോശിന്റെ സന്നിധിയിൽ പോയി ഇങ്ങനെ അപേക്ഷിക്കുന്ന നിമിത്തം 3 ദിവസത്തെ ഉപവാസത്തിന് ശേഷം അങ്ങനെ അവര് അഹശ്വേരോശിനോട് അപേക്ഷിക്കുന്ന നിമിത്തം അഹശ്വേരോശ് ഇവർക്ക് അനുകൂലമായ മറ്റൊരു വിധി, ഒരു നിയമം നടപ്പാക്കി. ആ നിയമം എന്ന് പറയുന്നത്, ഈ യഹൂദന്മാർക്ക് ആരെ വേണമെങ്കിലും ഇവരെ ഉപദ്രവിക്കാൻ വരുന്ന, കൊല്ലാൻ വരുന്ന, നിർമൂലമാക്കാൻ വരുന്ന ഏത് വ്യക്തിയോട് വേണമെങ്കിലും യഹൂദനെ എതിർത്ത് നിൽക്കുന്ന അവരെ തോൽപ്പിക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതിന്റെ കാര്യം എന്താ നമ്മൾ ചിന്തിച്ചു? അതായത് ഈ ദൈവത്തിന്റെ പ്രമാണത്തിൽ ദൈവം ഒരിക്കലും മാറ്റം വരുത്തിയിട്ടില്ല, വരുത്തത്തുമില്ല. ദൈവത്തിന്റെ പ്രമാണം ദൈവം മാറ്റം വരുത്തത്തില്ല. പാപത്തിന്റെ ശിക്ഷ, പാപത്തിന്റെ ശമ്പളം മരണമാണ്. അതിനൊരു മാറ്റം ഇന്നും വരുത്തിയിട്ടില്ല, ഒരിക്കലും വരുത്തിയിട്ടില്ല. എന്ന് മാത്രമല്ല, ദൈവത്തിന് വേണമെങ്കിൽ പിശാചിനെ ഈ ലോകത്തിൽ നിന്ന് പിൻവലിക്കാമായിരുന്നു. അതിന് ദൈവത്തിന് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അല്ലെങ്കിൽ നമുക്ക് ഇസ്രായേൽ പുറപ്പെട്ട് മോശ മുഖാന്തരം പുറപ്പെടുവിച്ചുകൊണ്ടിരുന്ന ഇസ്രായേൽ ജനം, ആ കനാനിലെ 7 ജാതികളുണ്ട്. എന്നാൽ ഈ 7 ജാതികളെയും ഇസ്രായേൽ ജനം കനാനിൽ എത്തുന്നതിന് മുൻപ് തന്നെ ദൈവത്തിന് വേണമെങ്കിൽ ഇവരെ ഈ 7 ജാതികളെയും ഇല്ലായ്മ ചെയ്യാൻ കഴിയുമായിരുന്നു. എന്നാൽ ദൈവം അങ്ങനെ ചെയ്തില്ല. അതിന്റെ കാരണം, പാപം ചെയ്യാൻ അവസരം ഇല്ലാത്തതുകൊണ്ട് പാപം ചെയ്യാത്തവൻ വിശുദ്ധനല്ല. ശത്രുക്കളില്ലാത്തത് കൊണ്ട് അല്ല, ശത്രുക്കളെ എതിർത്ത് നിന്നുകൊണ്ട് വേണം നാം ദൈവഭാഗത്ത് നിൽക്കേണ്ടത്.
അല്ലെങ്കിൽ പാപത്തോട് എതിർത്ത് നിന്നിട്ട് വേണം, നിൽക്കുന്ന വഴിയാണ് കർത്താവിന്റെ ഭാഗത്ത് നിൽക്കേണ്ടത്. പാപം ചെയ്യാൻ അവസരമില്ലാത്ത കൊണ്ടല്ല, അഥവാ ശത്രുക്കൾ എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ ഉള്ളിലുള്ള പാപമാണ്. ഈ പാപം നമ്മുടെ ഉള്ളിൽ ഉണ്ട്, പക്ഷെ ആ പാപത്തോട് നമ്മൾ എതിർത്ത് നിൽക്കണം എന്നുള്ളതാണ് ദൈവത്തിന്റെ നമ്മെക്കുറിച്ചുള്ള താല്പര്യം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാല് ദൈവഹിതത്തിന് വിരുദ്ധമായി നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള സകല പാപത്തോടും എതിർത്ത് നിന്ന് ആ പാപത്തെ നമ്മൾ ഡിപ്രസ് ചെയ്ത് നമ്മൾ കാൽക്കീഴിൽ മെതിച്ച് ആ പാപത്തിന്റെ മേൽ നമ്മൾ ജയാളികളായി ജീവിക്കണം എന്നുള്ളതാണ് ദൈവത്തിന്റെ നമ്മളുള്ള ആഗ്രഹം, നമ്മളുടെ താല്പര്യം. അപ്പൊ അതിനുവേണ്ടിയാണ് കനാനിൽ ശത്രുക്കളെ, ഈ 7 വിധമായ ജാതികളെ ദൈവം വെച്ചിരുന്നത്. അതുപോലെ തന്നെ ഇന്ന് പിശാച് ലോകത്തിലുണ്ട്. കഴിയുമെങ്കിൽ തന്റെ വൃദ്ധന്മാരെ പോലും തെറ്റിച്ച് കളയുന്നതിന് വേണ്ടി പിശാച് അശ്രാന്ത പരിശ്രമം നടത്തിക്കൊണ്ട് സമയം അടുക്കും തോറും വളരെ ഗൗരവത്തോടെ, താല്പര്യത്തോടെ, മുഴു ശക്തിയോടെ പിശാച് അലറുന്ന സംഭവം എന്ന പോലെ ചുറ്റിത്തിരി നടക്കുന്നു എന്നൊക്കെ നമ്മൾ പത്രോസിന്റെ ലേഖനത്തിലൊക്കെ വായിക്കുന്നുണ്ട്. അപ്പോ ആ പിശാചിനെ വേണമെങ്കിൽ ദൈവത്തിന് ഇല്ലായ്മ ചെയ്യാൻ കഴിയുമായിരുന്നു, അല്ലെങ്കിൽ ഇവിടുന്ന് പിൻവലിക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ ദൈവം ചെയ്തിട്ടില്ല. കാരണം നമ്മൾ ഈ ആശ്ചര്യ കൽപ്പന പുറപ്പെടുവിച്ചിട്ടുണ്ട്, 2ാമത്തെ കൽപ്പന. ആ കൽപ്പന എന്ന് പറയുന്നത് യഹൂദന്മാരെ ആരും ഉപദ്രവിക്കത്തില്ല, കൊല്ലാൻ വരത്തില്ല, അവന്റെ ജീവന് ഹാനി വരുത്താൻ ആരും ശ്രമിക്കത്തില്ല എന്നുള്ളതല്ല രേഖ. നേരെ മറിച്ച് അങ്ങനെ വരുന്നവരോട് എതിർത്ത് നിൽക്കാൻ യഹൂദന് അനുവാദം കൊടുത്തുകൊണ്ടാണ് ആ രേഖ ഉള്ളത്. അപ്പൊ യഹൂദനോ ആരെങ്കിലും കയ്യേറ്റം ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ, കൊല്ലാൻ വരുന്നുണ്ടെങ്കിൽ, ഉപദ്രവിക്കാൻ വരുന്നുണ്ടെങ്കിൽ, ആ വരുന്നവരോട് എതിർത്ത് നിൽക്കാനുള്ള ഒരു നിയമം, ഒരു അനുവാദം ഇന്ന് ആ യഹൂദനുണ്ട്. അല്ലെങ്കിൽ അവിശേഷന്റെ ചന്ത താമസിച്ചിരുന്ന യഹൂദന് അവിശേഷം ഇങ്ങനെ കൽപ്പന കൂടെ പുറപ്പെടുവിച്ചു. 1ാമത്തെ കൽപ്പന അവിടെ നിൽപ്പുണ്ട്. പക്ഷെ ആ കൽപ്പനയെ അതിലംഘിക്കുന്ന, ആ കൽപ്പന ഇല്ലായ്മ ചെയ്തിട്ടല്ല വേറെ കൽപ്പനയുള്ളത്. ആ കൽപ്പന ഉള്ളപ്പോൾ തന്നെ ആ കൽപ്പനയിൽ ഉള്ള ഏത് കാര്യമാണോ അതിനോട് എതിർത്ത് നിൽക്കാനുള്ള ഒരു അധികാരം യഹൂദന്മാർക്ക് കൊടുത്തിട്ടുണ്ട്. അതിന്റെ 9ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 9ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. 9ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ. 6 മാസമായ 12ാം മാസം 13ാം തീയതി രാജാവിന്റെ കൽപ്പനയും തീർപ്പും നടത്തുവാൻ അടുത്തപ്പോൾ യഹൂദന്മാരുടെ ശത്രുക്കൾ അവരുടെ നേരെ പ്രാബല്യം പ്രാപിക്കുമെന്ന് ആശിച്ചതും, നേരെ മറിച്ച് യഹൂദന്മാർക്ക് തങ്ങളുടെ വൈരികളുടെ നേരെ പ്രാബല്യം പ്രാപിച്ചതുമായ ദിവസത്തിൽ തന്നെ അഹശ്വേരോശ് രാജാവിന്റെ സകല സംസ്ഥാനങ്ങളിലും യഹൂദന്മാർ തങ്ങളുടെ പട്ടണങ്ങളിൽ തങ്ങളോട് ദോഷം ചെയ്യുവാൻ ഭാവിച്ചവരെ കയ്യേറ്റം ചെയ്യേണ്ടതിന് ഒന്നിച്ചുകൂടി. അവരെയുള്ള പേടി സകല ജാതികളുടെയും മേൽ വീണിരുന്നു കൊണ്ട് ആർക്കും അവരോട് എതിർത്ത് നിൽപ്പാൻ കഴിഞ്ഞില്ല. അപ്പോ യഹൂദന്മാരുടെ എതിർത്ത് നിൽക്കാൻ ആർക്കും കഴിയാതിരുന്നത് അവരോടുള്ള പേടി നിമിത്തമാണ്. ആ പേടി എന്ന് പറയുന്നത് ഇവർക്ക് അനുകൂലമായിട്ട് രേഖ എഴുതിയിട്ടുണ്ട്, അങ്ങനെ ഒരു നിയമം ഇവർക്ക് അനുകൂലമായിട്ടുണ്ടെന്നുള്ളതാണ് ആ പേടിയുടെ കാരണം. ദൈവത്തിന്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. അപ്പൊ പിശാചിന് ദൈവമക്കളെ ഭയമുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ജൂയിഷ് ഒറിജിൻ ആണെങ്കിൽ, യഥാർത്ഥ യഹൂദനാണെങ്കിൽ നിനക്ക് അവനെ ജയിക്കാൻ കഴിയത്തില്ല. നേരെ മറിച്ച് ഒരു 8ാം അധ്യായത്തിന്റെ 17ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ യഹൂദനാണ്. 8ാം അധ്യായത്തിന്റെ 17ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ വായിക്കുന്നു. രാജാവിന്റെ കൽപ്പനയും തീർപ്പും ചെന്നെത്തിയ സകല സംസ്ഥാനങ്ങളിലും പട്ടണങ്ങളിലും യഹൂദന്മാർക്ക് ആനന്ദവും സന്തോഷവും വിരുന്നും ഉത്സവവും ഉണ്ടായി. യഹൂദന്മാരെയുള്ള പേടി ദേശത്തെ ജാതികളുടെ മേൽ വീണിരിക്കുന്നത് കൊണ്ട് അവർ പലരും യഹൂദന്മാരായി തീർന്നു. ഇങ്ങനെ ഒരു ഇങ്ങനെ ആയി തീർന്ന യഹൂദന്മാരുണ്ട്. കാരണം യഹൂദന്മാരെ പേടിച്ചിട്ട് ജാതികളിൽ കുറെ പേര് യഹൂദന്മാരായി. അപ്പൊ അതാണ് നമ്മൾ ജൂയിഷ് ഒറിജിൻ എന്ന് പറഞ്ഞ, യഥാർത്ഥ യഹൂദൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ജാതികളെ പേടിച്ചിട്ട് യഹൂദന്മാരായവരോ ഏതെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടി യഹൂദനായവനോ അല്ല. നേരെ മറിച്ച് അബ്രഹാമിന്റെ സന്തതി, അബ്രഹാമിന്റെ മക്കൾ എന്ന പദവിയിൽ
ജീവിക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ ആയിരിക്കുന്നത്. അവരാണ് യഥാർത്ഥ യഹൂദന്മാർ. അപ്പോൾ നമ്മളെ ദൈവത്തിന്റെ റോമാലയത്തിലൊക്കെ നമ്മൾ അങ്ങനെയാണ് പഠിക്കുന്നത്. അബ്രഹാമിന്റെ സന്തതി ആയതുകൊണ്ട് എല്ലാവരും യഹൂദന്മാരല്ല എന്ന് നമ്മൾ കഴിഞ്ഞ ചിന്തിക്കുകയുണ്ടായി. അപ്പോൾ ഇവിടെ യഥാർത്ഥ ഒറിജിനൽ യഹൂദൻ എന്ന് പറയുന്നത് ഒരു പേടി കൊണ്ട് യഹൂദനായതല്ല. ഇവിടെ പേടിച്ചിട്ട് യഹൂദന്മാരെ ഒത്തിരി പേരുണ്ട്. ഈ കാലത്തും സഹോദരന്മാരെ ഒത്തിരി പേര് വിശ്വാസികളാകുന്നുണ്ട്. ഒത്തിരി പേര് ദൈവമക്കളാണ് എന്ന് അവകാശത്തിൽ അങ്ങനെ ദൈവമക്കളാണ് ദൈവം ഒരു പ്രമാണം വെച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ മക്കളായി തീരാൻ ദൈവം പ്രമാണം വെച്ചിട്ടുണ്ട്. അത് കേവലം ഒരു കൈപൊക്കുന്നത് കൊണ്ടല്ല. അത് കൈപൊക്കൽ കൂടെ ദൈവമക്കളായി തീരാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നമുക്ക് ചൊല്ലാൻ തരുന്ന പ്ലഡ്ജ് ഏറ്റു പറയുന്നത് കൊണ്ടല്ല. നേരെ മറിച്ച് നമ്മുടെ ഇതുവരെയുള്ള നാളിതുവരെയുള്ള പാപത്തെക്കുറിച്ച് ആർക്കാണോ അനുതാപം വരുന്നത്, റിപ്പൻറ്റൻസ് വരുന്നത്, മാനസാന്തരം വരുന്നത്, പാപത്തെക്കുറിച്ചുള്ള പാപം ആർക്കാണോ സഹിക്കാൻ വയ്യാതെ ആയിട്ട് ആ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി യേശു ക്രിസ്തുവിനെ ആരാണോ അന്വേഷിക്കുന്നത്, ആരാണ് സ്വീകരിക്കുന്നത്, യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമേ പാപക്ഷമയും പാപമോചനവും ഉള്ളൂ എന്നുള്ള സത്യം ആര് ഗ്രഹിക്കുന്നോ എന്ന് മാത്രമല്ല, യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമേ പാപത്തിൽ നിന്നുള്ള വിടുതലും ഉള്ളൂ എന്ന് ആര് വിശ്വസിക്കുന്നോ അങ്ങനെയുള്ളവർക്കാണ് ദൈവമക്കളായി തീരാൻ ദൈവം അനുവാദം കൊടുത്തിരിക്കുന്നത്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ ദൈവം അധികാരം കൊടുത്തു. അവന്റെ നാമം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു ജനിക്കുന്നതിന് മുൻപ് മറിയയോട് ദൂതൻ പറഞ്ഞിരുന്നു, നീ അവനെ യേശു എന്ന് പേർ വിളിക്കണം. അതാ യേശു എന്ന് പേർ വിളിക്കുന്നതിന്റെ കാരണം അവിടെ ദൂതൻ പറഞ്ഞിട്ടുണ്ട്. അവൻ തന്റെ ജനത്തെ അവന്റെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുന്നത് കൊണ്ട് അവനെ യേശു എന്ന് പേർ വിളിക്കണം. അപ്പൊ യേശു ക്രിസ്തു പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നവനാണ്, പാപം ക്ഷമിക്കുന്നവനാണ്, പാപത്തിന്റെ പ്രായശ്ചിത്തം ക്രൂശിൽ വരുത്തിയവനാണ്. പിതാവിന്റെ മുമ്പിൽ പാപത്തിന്റെ പ്രായശ്ചിത്തം എന്തായിരുന്നോ വേണ്ടിയത് അത് എല്ലാവർക്കും വേണ്ടി, സകല മനുഷ്യർക്കും വേണ്ടി മറുവിലയായി പിതാവിന്റെ സന്നിധിയിൽ പിതാവിന് മുൻപാകെ തന്നെ യേശു കർത്താവ് ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ അതിൽ വിശ്വസിക്കുന്ന, ആ കാൽവരി ബലിയിൽ വിശ്വസിക്കുന്ന, അത് സ്വന്തമായിട്ട് ഏറ്റെടുക്കുന്ന, യേശുവിനെ സ്വന്തം രക്ഷകനും കർത്താവുമായി ഏറ്റെടുക്കുന്ന ആർക്കും ദൈവമക്കളായി തീരാൻ ദൈവം അനുവാദം കൊടുത്തിട്ടുണ്ട്. എന്നാൽ അങ്ങനൊന്നും അല്ലാതെ ഇന്ന് ഈ ക്രിസ്തീയ കോളത്തിലുള്ള പല മെമ്പേഴ്സും പല ആളുകളും ലോക്കൽ ചർച്ചുകളിലെ രജിസ്റ്ററിൽ പേരുണ്ട്. ആ രജിസ്റ്ററിൽ പേര് വരുന്നത് പിന്നെ ഇങ്ങനത്തെ പ്രക്രിയ വഴി അല്ല വരുന്നത്. നേരെ മറിച്ച് പല ചർച്ചുകളിലും പല കൂട്ടായ്മകളിലും രജിസ്റ്ററിൽ, അവരുടെ ലോക്കൽ ചർച്ചുകളിലെ രജിസ്റ്ററിൽ പേര് വരുന്നത് പോലും അവര് മാനസാന്തരപ്പെട്ട് വളരെ കണ്ണീരോടും അനുതാപത്തോടും കൂടെ അവരുടെ തന്നെ പാപത്തെ കണ്ട് അനുദവിച്ച് യേശു ക്രിസ്തുവിനെ ആ പാപത്തിന്റെ പ്രായശ്ചിത്തത്തിന് വേണ്ടി ആശ്രയിക്കുക വഴിയല്ല അവർ ആ ചർച്ചുകളിൽ അവരുടെ മെമ്പർഷിപ്പ് ഉണ്ടാകുന്നത്. നേരെ മറിച്ച് ഒരുപക്ഷെ ഒരു കുഞ്ഞ് ഒരാൾക്ക് ജനിച്ചു, ആ കുഞ്ഞിന്റെ മാമോദീസായ്ക്ക് പകരം ഇന്ന് വേർപെട്ട സമുദായം ചെയ്യുന്നത് പ്രതിഷ്ഠ എന്ന പേരിൽ ആ കുഞ്ഞിനെ പ്രതിഷ്ഠിക്കുമ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രക്രിയകളിലാണ് ആ ചർച്ചിന്റെ മെമ്പറായി തീരുന്നത്. എന്നാൽ യേശു ക്രിസ്തുവിന്റെ സഭയുടെ മെമ്പറായി തീരുന്നത് രക്ഷയുടെ അനുഭവത്തിൽ കൂടെയാണ്. ആ രക്ഷയുടെ അനുഭവം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുക വഴിയാണ്. അത് കേവലം ഒരു ഏറ്റുപറച്ചിൽ കൂടെയല്ല, നേരെ മറിച്ച് മാനസാന്തരത്തിൽ കൂടെ ആയിരിക്കണം. കാരണം യേശു ക്രിസ്തുവിന് വേണ്ടി വഴി ഒരുക്കിയത്, ദൈവം വഴിയൊരുക്കാൻ അയച്ചത് യോഹന്നാൻ സ്നാപകനെയായിരുന്നു. യോഹന്നാൻ സ്നാപകൻ യേശുവിന് വേണ്ടിയുള്ള വഴി ഒരുക്കി. ഈ യോഹന്നാൻ സ്നാപകൻ യേശുവിന് വേണ്ടിയുള്ള ഒരുക്കിയ വഴി എന്ന് പറയുന്നത് മാനസാന്തരമായിരുന്നു. മാനസാന്തരത്തിന് വേണ്ടിയാണ് യേശു ക്രിസ്തുവിലേക്ക് യോഹന്നാൻ ആളുകളെ ആഹ്വാനം ചെയ്തത്. മാനസാന്തരം ആണ്. അപ്പൊ അങ്ങനെ മാനസാന്തരത്തിൽ കൂടെ മാത്രമേ ദൈവമക്കളായി തീരാൻ സാധ്യമാവൂ. ഇവിടെ നമ്മൾ കണ്ട കാര്യം, പലരും യഹൂദന്മാരായി തീർന്നതിന്റെ കാരണം നമ്മൾ കണ്ടു. യഹൂദനാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടും പ്രയാസമൊന്നുമില്ല, ജീവിക്കാൻ പറ്റും. യഹൂദൻ അല്ലെങ്കിൽ ഈ യഹൂദന്മാർ ചിലപ്പം കയ്യേറ്റം ചെയ്ത് നശിപ്പിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട്
എന്നാൽ പിന്നെ നമുക്കും യഹൂദനായേക്കാം എന്ന് ഉള്ള രീതിയിൽ യഹൂദന്മാരായി എന്നാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. ആ കാലത്ത് അഹശ്വേരോശിന്റെ കാലത്ത് അവിടെ ആ സ്ഥലത്ത് ശൂശൻ പട്ടണത്തിൽ പ്രത്യേകിച്ചും അനേകര് ജാതികളായിരുന്ന അനേകര് യഹൂദന്മാരായി. ഇന്നും ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ കാര്യസാധ്യങ്ങളാണ്. ചിലർക്ക് ഈ ലോകത്തിൽ ഉള്ള സാധ്യതകളാണ് അന്വേഷിക്കുന്നത്. ഈ ലോകത്തിലുള്ള ഉന്നതമായ സ്ഥാനങ്ങളോ മാനങ്ങളോ ജോലിയോ സാമ്പത്തിക ശേഷിയോ അല്ലെങ്കിൽ ഉദ്ദിഷ്ടമായ പല കാര്യങ്ങളും ഈ ലോകത്തിലുള്ള ഏതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി എന്നാ പിന്നെ ദൈവമക്കളായി തീർന്നാല് അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചാല് ഇതിനെല്ലാത്തിനും ഒരു പരിഹാരമായി തീരും എന്നുള്ള ഒരു പഠിപ്പിക്കല് ഒരു വ്യാപകമായിട്ടുള്ളത് കൊണ്ട് അത് കേട്ട് ദൈവമക്കളായി തീർന്നു എന്നുള്ള വ്യാജേന അങ്ങനെ പോകുന്ന അനേകരുണ്ട്. എന്നാൽ ദൈവത്തിന്റെ വചനം അതൊന്നും അംഗീകരിക്കുന്നില്ല. ദൈവം അതൊന്നും അംഗീകരിച്ചിട്ടുമില്ല. അതിനുള്ള ഏക മാർഗം പാപത്തെ കണ്ട് ആരും അനുദമിച്ച് ദൈവം പാകെ ചെല്ലുന്നു. നമ്മൾ അപ്പോസ്തലന്മാരിൽ വായിക്കുന്ന പോലെ സഹോദരന്മാരെ രക്ഷിക്കപ്പെടുവാൻ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു? ഹൃദയത്തിൽ കുത്തുകൊണ്ടുപോയി ചോദിച്ച ചോദ്യം അപ്പോസ്തലന്മാർക്ക് 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ. എന്നതുപോലെ എൻ്റെ ഹൃദയം പൊട്ടത്തക്ക രീതിയിൽ എൻ്റെ പാപം എനിക്ക് വളരെ സിവിയർ ആയിരിക്കും, വളരെ ഭയാനകമായിരിക്കും. എനിക്ക് മുന്നോട്ട് പോകാൻ കഴിവില്ലാതെ വണ്ണം അതെൻ്റെ തലയ്ക്ക് മീതെ വളരെ ദാവീദ് പറഞ്ഞു എനിക്ക് വളരെ സ്ഥാനമുള്ളതായി തീർന്നിരിക്കുന്നു. എനിക്കിനി മുന്നോട്ട് ഇതും കൊണ്ട് പോകാൻ പറ്റത്തില്ല എന്ന് ആര് കരഞ്ഞ് കർത്താവിന് അനുതാപത്തോടെ കർത്താവിനെ സമീപിക്കുന്നു അവരാണ് ദൈവമക്കളായി തീരാനുള്ള അവകാശം കൊടുത്തിരിക്കുന്നത്. പിശാച് എഴുന്നേൽപ്പിൻ എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകുന്ന വ്യാപകമായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനല്ല ബൈബിളിൽ എഴുതിയിരിക്കുന്ന ആ ഭാഗം അങ്ങനെ തന്നെയാണ്. എന്നാൽ അതിന്റെ മുകളിൽ ഒരു ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. പുതുദൈവത്തിലെ ഇപ്പൊ എല്ലാ വാക്തത്വങ്ങളും നമ്മൾ ദൈവത്തിൽ പരിശോധിച്ചാൽ എല്ലാ വാക്തത്വങ്ങൾക്കും പുറകില് ഒരു ക്ലോസ് ചേർത്തിട്ടുണ്ട്. ഇന്ന ചെയ്താൽ ഇന്ന പോലെ ആയിരിക്കും, ഇന്ന ചെയ്താൽ. അപ്പോ പിശാച് നിങ്ങളെ വിട്ട് ഓടിപ്പോകും എന്നുള്ളതിന്റെ മുമ്പിൽ ഒരു ക്ലോസ് ഉണ്ട്. ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്തേൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. അപ്പോ ഒന്നാമത് ചെയ്യേണ്ടത് പിശാചിനോട് എതിർത്തേൽക്കുകയല്ല, ഒന്നാമത് ചെയ്യേണ്ടത് ദൈവത്തിന് കീഴടങ്ങുകയാണ്. ദൈവത്തിന് കീഴടങ്ങിയിട്ട് പിശാചിനോട് എതിർത്തേൽക്കുക, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഇവിടെ നമ്മൾ കണ്ട കാര്യം അഹശ്വേരോശിന്റെ കൽപ്പനയാൽ ഈ യഹൂദന്മാരെ കൊന്നുപിടിക്കാനുള്ള കൽപ്പനയ്ക്ക് എതിരായിട്ട് മറ്റൊരു കൽപ്പന പുറപ്പെട്ടു. ആ കൽപ്പന വളരെ ശക്തിയോടെ യഹൂദന്മാർ ആചരിച്ചു. അതുകൊണ്ട് യഹൂദന്മാരെ കൊന്നൊടുക്കാൻ വന്ന അനേകരെ യഹൂദന്മാർ കൊന്നൊടുക്കി. അത് നമ്മുടെ ഇന്നത്തെ ഈ ലോക ജീവിതത്തിൽ ദൈവമക്കളുടെ ജീവിതത്തിൽ പാപത്തോട് നാം എതിർത്ത് നിൽക്കുന്നതിന് തുല്യമായ ഒരു കാര്യമാണ്. പാപത്തിന്റെ ശമ്പളം മരണമാണ്. എന്നാൽ ദൈവത്തിന്റെ കൃപയെക്കുറിച്ച് ദൈവത്തിന് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു, അത് നിത്യജീവനാണ്. അത് നമുക്ക് പ്രാപിക്കുന്നത് പാപത്തിന് വശംവദരായി തീർന്നിട്ടല്ല, പാപം നമ്മളെ കീഴ്പ്പെടുത്താൻ വേണ്ടി വരാത്തത് കൊണ്ടുമല്ല. പാപം കീഴ്പ്പെടുത്താൻ വേണ്ടി ഉള്ള ശ്രമം നടത്തുന്ന ലോകത്തിലാണ് കർത്താവ് യേശുക്രിസ്തു ജീവിച്ചതും അതേ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. യേശുവിനെ പാപത്തിന്റെ പ്രലോഭനങ്ങൾ വളരെയധികമായിട്ട് വന്നിരുന്നു. നമുക്കുള്ള എല്ലാ പ്രലോഭനങ്ങളും യേശുക്രിസ്തുവിനും ഉണ്ടായിരുന്നു എന്ന് എബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്നു. അവൻ നമുക്ക് തുല്യനായി സകലത്തിനും പരീക്ഷിക്കപ്പെട്ടു, എന്നാൽ ഒരിക്കൽ പോലും പാപം ചെയ്തില്ല. യേശു നാം കടന്നു പോകുന്ന എല്ലാ പരീക്ഷകളും, എല്ലാ പരിശോധനകളും, എല്ലാ ബുദ്ധിമുട്ടുകളും, എല്ലാ ഞെരുക്കങ്ങളും, എല്ലാ പ്രയാസങ്ങളും യേശു അനുഭവിച്ചു. എന്നാൽ ഒരിക്കൽ പോലും പാപം ചെയ്തില്ല. പാപം എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ എന്താണ് പാപം എന്ന് ചോദിച്ചാൽ അതൊരു ലിസ്റ്റ് ഒന്നുമില്ല. പാപത്തിന് ലിസ്റ്റ് ബൈബിളിലെങ്ങും പാപത്തിന് ലിസ്റ്റ് ഇത്രയും ആണ് പാപം എന്ന് ഒരിക്കലും പറയും. പാപം എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. എന്താണ് പാപം എന്ന് ചോദിച്ചാൽ നമുക്കിങ്ങനെ പറയാൻ കഴിയും. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാൻ വിസമ്മതിച്ചിട്ട് സ്വന്തം ഇഷ്ടം ചെയ്യുന്നത് എന്തോ അത് മുഴുവൻ പാപമാണ്. ദൈവത്തിന് ഇഷ്ടം ചെയ്യാൻ താല്പര്യമില്ലാതെ സ്വന്തം ഇഷ്ടം ചെയ്യുന്നത് എന്തോ അത് മുഴുവൻ പാപമാണ്. ആ ലിസ്റ്റ് ഒന്നുമില്ല. ഏത് സമയത്തും പാപം ചെയ്യാൻ സാധ്യതയുണ്ട്. പാപം എന്ന് പറഞ്ഞാൽ സ്വന്തം ഇഷ്ടം ചെയ്യുന്നതാണ്. അതാണ് പാപം. ഏദൻ തോട്ടത്തിൽ സംഭവിച്ച പാപം അത് തന്നെയാണ്. ദൈവത്തിന് ഇഷ്ടം ഇതാണ് എന്ന് അവർക്കറിയാമായിരുന്നു.
എന്നാൽ ആ ഇഷ്ടത്തെ മാറ്റിവെച്ചിട്ട് അവരുടെ താല്പര്യം അവർ ചെയ്തു. അതാണ് പാപമായി തീർന്നത്. അതാണ് പാപം. സ്വന്തം ഇഷ്ടം ചെയ്യുന്ന പാപം. ഇന്നും ദൈവത്തിന് ഇഷ്ടം ചെയ്യാതെ സ്വന്തം ഇഷ്ടം ചെയ്യുന്നത് പാപമാണ്. അപ്പൊ അങ്ങനെ പാപം ചെയ്യാനുള്ള സാധ്യത ഉള്ള ഒരു ലോകത്തിലാണ് യേശുക്രിസ്തു ജീവിച്ച് നമ്മളും ജീവിക്കുന്നത്. അതുകൊണ്ട് ആ പാപം നമ്മളെ അറ്റാക്ക് ചെയ്യാൻ നമ്മളെ നശിപ്പിക്കാൻ വരുത്തില്ല എന്നല്ല ദൈവത്തിന്റെ വ്യവസ്ഥ. അത് വരുമ്പോൾ അതിനെ എതിർത്തിരിക്കുക. എബ്രായർ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, പാപത്തോട് പോരാടുന്നത് ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്തിട്ടില്ല. അപ്പോ പാപത്തോടുള്ള പോരാട്ടത്തിൽ, ശത്രുക്കളുള്ള പോരാട്ടത്തിൽ, മറ്റ് ജാതികളുള്ള പോരാട്ടത്തിൽ യഹൂദന്മാര് പ്രാണത്യാഗത്തോളം എതിർത്തുനിന്ന് പോരാടി അവരെ നശിപ്പിക്കേണ്ട ആവശ്യമായിരുന്നു. ആ കൽപ്പന പുറപ്പെടുവിച്ചു. അനേകര്, ആയിരക്കണക്കിന് ആളുകൾ ഈ കൽപ്പനയുടെ പിൻബലത്തിൽ കൊല്ലപ്പെട്ടു എന്ന് നമ്മൾ ഈ പുസ്തകം വായിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. ഒൻപതാമത്തെ 6-ാമത്തെ വാക്യത്തിൽ ശൂഷൻ രാജധാനിയിൽ 500 പേരെ കൊന്നുകളഞ്ഞു. ഈ 9-ാമത്തെ 16-ാമത്തെ വാക്യം വായിക്കുമ്പോൾ 75,000 പേരെ കൊന്നുകളഞ്ഞു. 15-ാമത്തെ വാക്യം വായിക്കുമ്പോൾ 300 പേരെ ശൂഷനിൽ മാത്രം കൊന്നുകളഞ്ഞു. രാജധാനിയല്ല, ശൂഷനിൽ മാത്രം 300 പേരെ കൊന്നുകളഞ്ഞു. ഇങ്ങനെ 100 കണക്കിന്, 1000-കണക്കിന് ആളുകളെ യഹൂദന്മാര് ഈ അഹശ്വേരോശിന്റെ ഈ നിയമത്തിന്റെ പിൻബലത്തിലാണ് ഇത് ചെയ്തത്. കാരണം അവര് ഈ തങ്ങളെ ആക്രമിക്കാൻ വരുന്ന ഈ ജാതികളെ എതിർക്കാനുള്ള, നേരിടാനുള്ള കാരണം ഇങ്ങനെ അഹശ്വേരോശിന്റെ കൽപ്പനയുണ്ട്. അല്ലെങ്കിൽ അവര് കീഴ്പ്പെട്ട് കുനിഞ്ഞെന്ന് കൊടുക്കേണ്ടി വരുമായിരുന്നു. എന്നാൽ ഇങ്ങനെ കൽപ്പനയുണ്ട്, അഹശ്വേരോശി പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആ കൽപ്പനയുടെ പിൻബലത്തിലാണ് ഇവര് ഈ ജാതികളെ മുഴുവൻ നശിപ്പിക്കുന്നത്. എല്ലാ സമയത്തും ദൈവത്തിന്റെ കൈ പാപത്തോടുള്ള പോരാട്ടത്തിൽ നമുക്ക് അനുകൂലമായിരിക്കുന്നു. എല്ലാ സമയത്തും ആര് പാപത്തോട് എതിർത്ത് നിൽക്കാൻ മനസ്സ് വയ്ക്കുന്നു, അങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും ദൈവത്തിന്റെ കൈ, പരിശുദ്ധാത്മാവിന്റെ കൃപ എല്ലാ സമയത്തും അവർക്ക് അനുകൂലമായിരിക്കും. പാപം ചെയ്യാതിരിക്കാൻ ഉള്ള കൃപ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ തക്ക സമയത്ത് നമുക്ക് ലഭിക്കാൻ വേണ്ടി നമുക്ക് ആ കൃപാസനത്തിൽ ചെന്ന് കൃപ പ്രാപിച്ചുകൊണ്ട് ഈ പാപത്തെ വളരെ ആധികാരികമായിട്ട്, വളരെ കർക്കശമായിട്ട് പാപത്തെ ജയിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കും. അങ്ങനെ നമ്മൾ 9-ാമത്തെ അധ്യായത്തിന്റെ 28-29-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ എല്ലാവരും ചട്ടമായി കൈക്കൊണ്ടു. ഇത് ഈ ഒരു ദിവസം, ഈ അഹശ്വേരോശിന്റെ കൽപ്പന പുറപ്പെട്ട ദിവസം ഇസ്രായേലിനെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള ദിവസമായിരുന്നു. ശൂഷൻ പട്ടണം സന്തോഷിച്ചു. നമ്മൾ ഇവിടെ വായിക്കുന്നുണ്ട്. ശൂഷൻ പട്ടണം വളരെ സന്തോഷത്തിലായി. 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ 10-ാം അധ്യായം കൊണ്ട് ഇത് അവസാനിക്കുകയാണ്. 10-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തേക്ക്, 10-ാം അധ്യായത്തിൽ 2 വാക്യങ്ങൾ മാത്രമേ അധ്യായത്തിലുള്ളൂ. അതിൽ നമ്മൾ വരുമ്പോൾ ഇതിനെല്ലാം കാരണക്കാരനായി തീർന്ന മൊർദെഖായി എന്ന മനുഷ്യനെ വളരെ പ്രശംസിച്ചുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. അതിലെ അവസാനത്തെ വാക്യം ഞാൻ വായിക്കുന്നു. 10-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം. യഹൂദനായ മൊർദെഖായി അഹശ്വേരോശ് രാജാവിന്റെ 2ാമനും യഹൂദന്മാരിൽ വെച്ച് മഹാനും സഹോദര സംഘത്തിന് ഇഷ്ടനും സ്വജനത്തിന് ഗുണകാംക്ഷിയും തന്റെ സർവ വംശത്തിനും അനുകൂലവാദിയും ആയിരുന്നു. ഇത് മൊർദെഖായി കുറിച്ച് പറഞ്ഞിരിക്കുന്ന 4-5 വിശേഷങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, മൊർദെഖായി അഹശ്വേരോശ് രാജാവിന്റെ 2ാമനായിരുന്നു. മൊർദെഖായി എന്നുവെച്ചാൽ മൊർദെഖായി കഴിഞ്ഞാൽ പിന്നെ അഹശ്വേരോശ് രാജാവ് മാത്രമേ ഉള്ളായിരുന്നു, അതിന്റെ മുകളിൽ ആരുമില്ല. 2ാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത് 2ാമനും യഹൂദരിൽ വെച്ച് മഹാനും, യഹൂദന്മാരിൽ വെച്ച് ഈ മൊർദെഖായി മഹാനായിരുന്നു.
സഹോദര സംഘത്തിന് ഇഷ്ടനായിരുന്നു. സ്വന്തം ജനമായ യഹൂദന്മാർക്ക് അല്ലെ സ്വജനത്തിന് ഗുണകാംക്ഷിയും തന്റെ സർവ മനുഷ്യത്തിനും അനുകൂലവാദിയുമായിരുന്നു. ഇന്ന് ഇത് ഒരു കൂടിവരവിലുള്ള സഹോദര വർഗം, സഹോദരൻ സഹോദരി എങ്ങനെ ആയിരിക്കണം ഇന്ന് എന്നുള്ളതിന്റെ ഒരു മിനി പകർപ്പായി ഇവിടെ എഴുതിയിരിക്കുന്നത്. എങ്ങനെ ആയിരിക്കണം? ഒന്നാമത്, അവൻ സഹോദരവർഗത്തിന് ഇഷ്ടനായിരിക്കണം. എല്ലാ സഹോദരവർഗത്തിന് ഇഷ്ടനായിരിക്കണം. രണ്ടാമത്, സ്വന്തം ജനത്തിന് ഗുണകാംക്ഷിയായിരിക്കണം. ദൈവത്തിന് എന്താ വായിക്കുന്നുണ്ടല്ലോ, ഓരോരുത്തരും സ്വന്തം ഗുണമല്ല, മറ്റുള്ളവന്റെ ഗുണം കൂടെ അന്വേഷിക്കണം. ഒരു യഥാർത്ഥമായ ഒരു കൂടിവരവിൽ, ഒരു ലോക്കൽ ചർച്ചിൽ ഉള്ള ഓരോരുത്തരും സ്വന്തം ഗുണമല്ല, മറ്റുള്ളവന്റെ ഗുണം കൂടെ അന്വേഷിക്കുന്നവരാണെങ്കിൽ അവിടെ ഗുണത്തിന് അംശയായി തീരാത്ത ഒരു മനുഷ്യൻ പോലും കാണത്തില്ല. കാരണം ഞാൻ എൻ്റെ സ്വന്തം ഗുണമല്ല, മറ്റുള്ളവരുടെ ഗുണം അന്വേഷിക്കുന്നുണ്ട്. ആ മറ്റുള്ളവൻ എൻ്റെ ഗുണം അന്വേഷിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് പരസ്പരം, അല്ലെങ്കിൽ എല്ലാവരും വളരെ ഗുണം, വളരെ നന്മകൾ, വളരെ ഗുണങ്ങൾ, വളരെ ആത്മീയമായ പ്രചോദനങ്ങൾ പരസ്പരം നേടുന്നവരായിരിക്കും. അതിന്റെ കാരണം ഇതാണ്, ഓരോരുത്തരും സ്വന്തം ജനത്തിന് ഗുണകാംക്ഷിയായിരിക്കുക. ഇനി പിന്നത്തെ കാര്യം, തന്റെ സർവവംശത്തിനും അനുകൂലവാദിയുമായിരുന്നു. എല്ലാ സമയത്തും ഇതുപോലെ അനുകൂലവാദിയായിരിക്കുന്ന ഒരുവൻ നമുക്ക് സ്വർഗത്തിലുണ്ട്, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു. എല്ലാ സമയത്തും കർത്താവ് യേശു ക്രിസ്തു നമുക്ക് ദൈവമക്കളായി തീർന്നവർക്ക് എല്ലാ സമയത്തും നമുക്ക് അനുകൂലമായി പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്ന, നമുക്ക് അനുകൂലവാദിയായിരിക്കുന്ന ഒരുവൻ സ്വർഗത്തിലുണ്ട്. ആ സ്വർഗത്തിലുള്ള നമ്മുടെ മഹാപുരോഹിതനായി ഇന്നും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന യേശു ക്രിസ്തു ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. നമ്മുടെ നേരെ വരും, നമ്മളെ ഇല്ലായ്മ ചെയ്യാൻ വരുന്ന ശത്രുക്കളെ പൂർണ്ണമായും കീഴടക്കിക്കൊണ്ട് അവരുടെ മേൽ ജയോത്സവമായി ജീവിക്കുവാൻ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.